എൻ്റെ കൂടെ ഇപ്പോൾ ശങ്കരൻ ചേട്ടനുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മേപ്പാടി ക്യാമ്പിലാണേ, വയനാട്ടിൽ. അപ്പോൾ അവരുടെ പാടിയിൽ അട്ടമല 13ാമത്തെ നമ്പർ അല്ലേ, 13ാം വാർഡിൽ, 10ാം വാർഡ്. മിനിസ്റ്റർ, അട്ടമല എന്ന് പറയുന്ന സ്ഥലം മിനിസ്റ്റർക്ക് അറിയാലോ, നമ്മുടെ ഈ ദുരന്തം ബാധിച്ചൊരു സ്ഥലമാണ് അട്ടമലയിലെ 10ാമത്തെ വാർഡിൽ 13ാം പാലം. അവിടെ അവിടെ 10 തൊഴുത്തുകളിലായിട്ട് 144 പശുക്കളുണ്ടായിരുന്നു. അതിൽ 44 പശുക്കളെ കിട്ടിയുള്ളൂ. ബാക്കി 100ഓളം പശുക്കൾ അവർക്ക് അവിടെ പോയി. അവർ പശുക്കളെ നന്നായി പരിപാലിച്ചുകൊണ്ടിരുന്നവരാണ്. അവിടെ 10 പേർക്ക് തൊഴുത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതവരിൽ പലരും ലോണൊക്കെ എടുത്ത് വെച്ചവരാണ്, ശങ്കരൻ ചേട്ടനെ പോലെയുള്ളവർ. അപ്പോൾ അവരുടെ ഒരു ആവശ്യം, അവർക്ക് ആ പശുക്കളെയും പറ്റുമെങ്കിൽ ആ തൊഴുത്തും ഒന്ന് നന്നാക്കി കിട്ടണം എന്നൊരാഗ്രഹമുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, മറ്റ് ചില പാടികളിലും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ മിനിസ്റ്റർ? പിന്നെന്താ ചെയ്യാൻ പറ്റാവുന്നതാ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വയനാട് ജില്ലയിൽ ഞാൻ എത്തിയിരുന്നു. 3 ദിവസത്തോളം ഞാൻ വയനാട് ജില്ലയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ഷീരവികസന വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും KLDBയുടെയും കേരള ഫീഡ്സിന്റെയും മിൽമയുടെയും ഒക്കെ ഉള്ള ആൾക്കാരുടെ ഉദ്യോഗസ്ഥരുടെ യോഗം അടിയന്തരമായി ഞാൻ അവിടെ കൂടിയിരുന്നു. സംസ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ മൃഗസംരക്ഷണ ഡയറക്ടർ, ക്ഷീരവികസന MD ഉൾപ്പെടെയുള്ള ഡയറക്ടർ ഉൾപ്പെടെയുള്ള നിരവധി നമ്മുടെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ അതിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങള് ഒരു കണക്കുകൂട്ടൽ എടുത്തപ്പോൾ 100-ലധികം പശുക്കൾ മരണപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് കണ്ടു. അതിൽ കിടാരികൾ ഉൾപ്പെടെ, കന്നുകുട്ടികൾ ഉൾപ്പെടെയുള്ള പശുക്കളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 50-ഓളം പശുക്കൾ ഒഴുകിപ്പോയതായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കാലിത്തൊഴുത്തുകൾ ഏകദേശം ഈ കണക്കുകളൊന്നുമല്ല, 10-39 എണ്ണം പൂർണ്ണമായും കാലിത്തൊഴുത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭാഗികമായി 79ഓളം കാലിത്തൊഴുത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തീറ്റപ്പുൽ കൃഷി 750ഓളം ഏക്കറിൽ ഇട്ടിരുന്ന തീറ്റപ്പുല്ല് ഉൾപ്പെടെ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്. കാലിത്തീറ്റ പോലും ഞങ്ങൾക്ക് 2950ഓളം കിലോഗ്രാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വൈക്കോല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതൊന്നും കൂടാതെ നമ്മുടെ പാല് ഒരു ദിവസം നമുക്ക് ഏകദേശം 2 ലക്ഷത്തിൽ അടുപ്പിച്ചുള്ള പാല് കിട്ടുമായിരുന്നു. ആ പാല് ഇന്ന് ഏകദേശം ഒരു 10 ലക്ഷം നമുക്ക് കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. 10 ലക്ഷം ലിറ്റർ ഡെയിലി അവിടെ പാലിൽ കുറവ് വന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഒരു ക്ഷീരസംഘം അവിടെ ഞാൻ പോയി കണ്ടത്, ആ പ്രദേശങ്ങളിലൊക്കെ പോയി പൂർണ്ണമായും വെള്ളത്തിനകത്ത് തന്നെ നിൽക്കുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങള് ആ സമയം തന്നെ വളരെ അടിയന്തരമായി ഇടപെട്ടു. കേരള ഫീഡ്സിൽ നിന്ന് 580 ചാക്കുകൾ അപ്പൊ തന്നെ അവരുടെ ഫീഡുകൾ എത്തിച്ചേർന്നു. ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് KLDB തന്നെ ഞങ്ങൾക്ക് ഏകദേശം 5 ടണ്ണോളം വരുന്ന ഇത്തരത്തിലുള്ള പശുവിന്റെ കാലിത്തീറ്റ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ലയിൽ നിന്നും ചില സഹായങ്ങൾ നമുക്ക് ഈ പശുവിനെ നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമായിരിക്കുമല്ലോ മിനിസ്റ്റർ? പിന്നെന്താ, മരണപ്പെട്ടവർക്ക് ദേശീയ ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു പശുവിന് 37,500 രൂപ വെച്ച് വലിയ പശുവിന് കൊടുക്കാൻ പറ്റും. ചെറിയ പശുവിന് 20,000 രൂപ വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ പുതിയ പദ്ധതികൾ ഇത്തവണത്തെ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പലിശയില്ലാത്ത ലോൺ കൊടുക്കുവാനുള്ള സംവിധാനം, ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ളവർക്ക് 95% ഫണ്ടും സബ്സിഡിയോടുകൂടി പശുക്കളെ കൊടുക്കാനുള്ള സംവിധാനം, പശു നഷ്ടപ്പെട്ടവർക്ക് അത് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. അടുത്ത 3 മാസത്തേക്ക് ആവശ്യമായ അവിടുത്തെ മുഴുവൻ പശുക്കൾക്കും ഈ ദുരന്തമുണ്ടായ പ്രദേശം, നമ്മുടെ വയനാട്ടിലെ ചൂരൽമലയായാലും മുണ്ടക്കൈയായാലും അട്ടമലയായാലും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ അതിന് ആവശ്യമായ തീറ്റകൾ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് സൗജന്യമായി. അത് മിൽമ ഉൾപ്പെടെ വളരെ നേരത്തെ ഞങ്ങളോടൊപ്പം കൈകോർത്ത് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വയനാട്ടിലെ ക്ഷീരകർഷകർ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ മനുഷ്യർ മാത്രമല്ലല്ലോ, മറ്റെല്ലാ ജീവജാലങ്ങളെയും നമ്മൾ സംരക്ഷിച്ചു പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ താങ്ക് യു മിനിസ്റ്റർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിനിസ്റ്റർ. മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമായ അടുത്ത 3 മാസത്തേക്കുള്ള എല്ലാ കാലിത്തീറ്റയും സൗജന്യമായിട്ട് നൽകും. 1. 2, ഒരു പശുവിന് 37,500 രൂപ വീതം നൽകാനുള്ള നടപടികളിലേക്ക് പോകും. 3ാമത്തത്, നിങ്ങൾക്ക് പലിശരഹിതമായിട്ടുള്ള വായ്പ അനുവദിക്കും.
പിന്നെ ഇപ്പോൾ എടുത്ത പലിശ അത് എഴുതി തള്ളേണ്ട കാര്യം ധനവകുപ്പാണ് പറയേണ്ടത്, അത് നമുക്ക് ആലോചിക്കാം. പിന്നെ കൂടുതൽ പശുക്കളെ എവിടെന്നെങ്കിലും ഇത് ഈ പരിപാടി കണ്ടിട്ട് നിങ്ങൾക്ക് പശുക്കളെ നൽകാൻ താല്പര്യമുള്ളവരുണ്ടാവും. അത് നമുക്ക് മൃഗസംരക്ഷണ വകുപ്പ് വഴി തന്നെ ഏകോപിപ്പിക്കാം. റിപ്പോർട്ടറിൻ്റെ ചാനൽ വഴിയും അത് ഏകോപിപ്പിച്ച് ഇപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് പശുക്കളെ കൊണ്ടെത്തിക്കാനുള്ള മാർഗ്ഗം നമ്മൾ നൽകാം. നമ്മളിതിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എസ്റ്റേറ്റ് പാടിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ്റ്റേറ്റ് പാടിയിലാണ് ഉള്ളത്, സ്വന്തമായി ഭൂമിയില്ല. ഇപ്പോൾ എൻ്റെ വൈഫാണ് എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നത്. ഞാൻ ഈ പശുക്കളെ മാത്രം ബാക്ക് കൂടെ പോയി നടക്കുന്ന ആളാണ്. പശുക്കളെ വളർത്തി അതിൻ്റെ പാലും വിറ്റ്. നിങ്ങളുടെ ഉപജീവന മാർഗ്ഗം ആ പശുവിന് മാത്രം. എത്ര പശു ഉണ്ടായിരുന്നു? എനിക്ക് 8 പശു, വലിയ പശു. 8 വലിയ പശുക്കൾ, 4 ചെറിയ പശുക്കുട്ടി. 8 പശുവും പോയോ? 8-ൽ ഇപ്പോൾ 3 കണ്ടെത്തി. 3 കണ്ടെത്തി, 5 പോയി. എത്ര പാല് കിട്ടുമായിരുന്നു? എനിക്ക് ഒരു ദിവസം ഒരു 10-15 ലിറ്റർ പാല് ഞാൻ അളക്കുന്നായിരുന്നു, കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പം സർക്കാർ അത് ഏറ്റെടുത്തിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി അത് ഫോളോ അപ്പ് ചെയ്യാം.